ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് ശേഷം മിസ നാടകം വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി സാരംഗ് നമ്മളോടൊപ്പം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്, സമ്മേളന നഗരിയിൽ നിന്ന്. സാരംഗ്, ഗുഡ് മോർണിംഗ്. സാരംഗ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. പുതിയ ഭാരവാഹികൾ വരും. പൊതുസമ്മേളനം, അതിനുശേഷം മിസ നാടകം വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യും. മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 4 ദിവസം നീണ്ടുനിന്ന 16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് അങ്ങനെ ഇന്ന് വൈകിട്ടോടുകൂടി തിരശ്ശീല വീഴുകയാണ്. വൈകിട്ട് 4 മണിക്ക് നേതാജി ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് SFIയുടെ ദേശീയ അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതാവ് ഐഷി ഘോഷാണ്. ഐഷി ഘോഷിൻ്റെ മുഖ്യ പ്രഭാഷണം അതിനുശേഷം ഉണ്ടാകും. ഈ പൊതുസമ്മേളനത്തിന് മുന്നേ തന്നെ നിരവധി കലാപരിപാടികളും ആ വേദിയിൽ അരങ്ങേറുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 2 മണിക്ക് യൂത്ത് ബ്രിഗേഡ് പരേഡും ഉണ്ടായിരിക്കും. 2 മണിക്ക് വിദ്യാർത്ഥി കോർണറിൽ നിന്നാണ് ആ പരേഡ് ആരംഭിക്കുന്നത്. അത് ജില്ലയിലെ നേതാക്കളും സംസ്ഥാനത്തെ നേതാക്കളും ഒക്കെ, അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളും ബഹുജന വർഗ സംഘടനകളും ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകളിലെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പരേഡാണ്. അത് 2 മണിയോടുകൂടി ഇത്തരത്തിൽ വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കും. വൈകിട്ട് 4 മണിക്കാണ് പൊതുസമ്മേളനം. ആ പൊതുസമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ മിസ എന്ന നാടകം ആരംഭിക്കുന്നത്. അത് വലിയ ശ്രദ്ധയാർജിച്ച ഒരു നാടകമാണ്. ഈ അടുത്ത് ഇത് ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള കുറച്ച് ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ നാടകത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് തിരിച്ചടി എന്നോണം ആ നാടകം വീണ്ടും പ്രദർശിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ ഒരുങ്ങുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം നാടകമുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിന് ഈ പുതിയ ഒരു ഭരണ നേതൃത്വം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. മനു, ശരി, ഓക്കെ, താങ്ക് യു സാരംഗ്. സാരംഗാണ് നമ്മളോട് ഇക്കാര്യങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് സംസാരിച്ചത്.